ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയാമാർ സമ്മതിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ? അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതഅല്ലിമീങ്ങളുണ്ടോ, ഏത് മുഅല്ലിമീങ്ങളുണ്ടോ, ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയവരുണ്ടോ, അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ, കൊണ്ടുപോയില്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. ഏത് നബിയാണത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിൽ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ? നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കുകയാണ് വേണ്ടത്, ഉറങ്ങുകയല്ല സുബഹിന്റെ സമയത്ത്. അതേ നബി തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറ്, ഉത്തമം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അതിനു വേണ്ടി അതാ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. വല അതിനു ലഹുന്ന ഫീഹി, നബിയും സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ള സ്നേഹമാണത്, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത്. കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ. രാവിലെ 5 മണിക്ക് സുബഹി, 4:45 ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ, ഫോണിലുണ്ടല്ലോ ഇപ്പം ടോർച്ച്, ഫോണിലില്ലാത്ത ഇപ്പം ഒന്നുമില്ല. എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫോണിൽ എല്ലാ സംഗതിയും ഉണ്ട്, ഒരു കുടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു, എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ. അപ്പം ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോവാണ്. 4:45 ആര്? 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. വല്ല കുഴപ്പവും വരുമോ? ഒരു കുഴപ്പവും വരില്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചു, എല്ലാ ദിവസവും സുബഹിൻ്റെ ജമാഅത്തിന് 18 വയസ്സ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇത് അടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും സംഭവം? അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്ത്? സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തരും. പടച്ചവൻ ചെയ്തൊരു ഔദാര്യമാണത്, പടച്ചവൻ ചെയ്ത വലിയ ഒരു ഇളവാണത്. അതേ സമയത്ത് സ്ത്രീകൾ, ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായതുകൊണ്ടാണെന്നാരും തെറ്റിദ്ധരിപ്പിക്കണ്ട. കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ, തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല, നിർബന്ധമാണ്. അനുമതിൻ്റെ അപ്പുറമാണ്. കഴിവുണ്ടെങ്കിൽ എവിടെ ഉംറക്ക് പോകണം, അതേ ഹജ്ജിന് പോകണം. പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, പറയില്ല. അതേ സമയത്ത്
സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം. അള്ളാഹു ചെയ്തു കൊടുത്തൊരു ഇളവാണത്. ആ ഇളവിനെ അംഗീകരിക്കണം. അവിടെ അതിൻ്റെ അപ്പുറം നമ്മളെ വകയിലൊരു മതം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത്. അവരെ വകയിൽ അവർ മതം ഉണ്ടാക്കി. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പാസ്സാക്കി. അത് അവരെ വകയിൽ ഉണ്ടാക്കിയ മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച മതമല്ല. നമ്മളാരും അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കൂല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നേ വിശ്വസിക്കുള്ളൂ. ആ റസൂലുള്ള പഠിപ്പിച്ചാണ് ഇസ്ലാം. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇനി ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു തന്നെയും പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. പള്ളിയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൗര സമയത്തും നിസ്കാരം നിർവഹിക്കുന്നു. ആര്? റിജാലുൻ, പുരുഷന്മാർ. സ്ത്രീകൾ എന്ന് പറയുന്നില്ല, മനുഷ്യന്മാർ എന്നും പറയുന്നില്ല. മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പെടും. അതുകൊണ്ട് അല്ലാഹ് പ്രത്യേകം പറയുന്ന റിജാലുൻ, പുരുഷന്മാർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു വീണ്ടും പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതേ, ആ പുരുഷന്മാരെ സ്വഭാവം എന്താണ്? അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അവരുടെ തിരക്ക് കൊണ്ട് ഒരു ജുമഅയും നഷ്ടപ്പെടുന്നില്ല. അവരെ നിസ്കാരം നഷ്ടപ്പെടുന്നില്ല. അവര് സകാത്ത് കൊടുക്കാതെ അവരതാ കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല. സകാത്ത് നൽകുന്നവരാണ്. നിസ്കാരം ശരിക്ക് നിർവഹിക്കുന്നവരാണ്. പടച്ചവനെ ഭയപ്പെടുന്നവരാണ്. അത്തരം പുരുഷന്മാരാണ് ആ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, അത് പള്ളിക്കുള്ള വലിയ ആദരവാണ്. പള്ളിയിൽ വന്ന് ജമാഅത്തായി ഫർദ് നിസ്കരിക്കുക. സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക, അതാണ് പുണ്യം. പള്ളി നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചില നിസ്കാരങ്ങൾ പള്ളിയിലാണ് നല്ലത്. ഉദാഹരണത്തിന് ദുഹാ നിസ്കാരം പള്ളിയിലാണ് നല്ലത്. ഇതേപോലെ പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണ് നല്ലത്. അത് പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. ചില സ്ഥലങ്ങളിലുണ്ട് ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി. ഈദ്ഗാഹ് എന്ന് പറഞ്ഞത് ശരി, കുഴപ്പമൊന്നുമില്ല. ദുബായിൽ ഈദ്ഗാഹ് ഉണ്ട്. ഞാനവിടെ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഈദ്ഗാഹിൽ പ്രസംഗിച്ചത് പെരുന്നാളുടെ അന്നല്ല കേട്ടോ, വേറൊരു ദിവസമാണ്. അവിടുത്തെ ജാഹിസത്തുൽ ഖുർആൻ്റെ പരിപാടിക്ക് പോയപ്പോഴാണ്. 2 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂരിലുണ്ട്, മംഗലാപുരത്തുണ്ട്, പല സ്ഥലത്തുമുണ്ട് ഈദ്ഗാഹ്. അത് മുസ്ലിമീങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും അവരുടേതായ സ്വന്തത്തിലുള്ള വഖഫ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം കൊടുത്തതോ അല്ലെ വിലയും കൊടുത്ത് വാങ്ങിയതോ ആയ സ്ഥലങ്ങളാണ്. അത് മുസ്ലിമീങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ്. അവിടെ വെച്ച് നിസ്കരിക്കുന്നതിൽ ഒരു അഭിമാനക്ഷതമൊന്നുമില്ല. വേറൊരു കൂട്ടരുണ്ട്, സുബ്ഹാനല്ലാഹ്, ഈദ്ഗാഹ് എന്ന് ബോർഡ് വെക്കുക, നിസ്കരിക്കുന്ന ഇടുന്ന ആ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ മൈതാനിയിൽ നിന്ന്. അത് മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ്, എല്ലാവർക്കും ഉള്ള സ്ഥലമല്ലേ. അവിടെ നിന്ന് പോയിട്ട് നിസ്കരിക്കണം. നമ്മളെ പള്ളിയും വെച്ചിട്ട്, പള്ളിയിൽ നല്ല സൗകര്യമില്ലേ? മസ്ജിദുൽ ഹറാമിലല്ലേ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് മക്കയിൽ? അത് മക്ക ശരീഫ് നമ്മുടെ കേന്ദ്രമല്ലേ? അത് അങ്ങോട്ട് തിരിഞ്ഞല്ലേ നിസ്കരിക്കുന്നത്? പിന്നൊരു കാര്യം, അതൊരാളെ കുതിരയാക്കുന്ന, ആളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ്. ഈദ്ഗാഹ് അല്ലട്ടോ, അത് സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടൊരു ഫ്ലക്സ് ബോർഡ് എഴുതി വെക്കുക, ഈദ്ഗാഹ്. എന്നാൽ ഈദ്ഗാഹോ? പണ്ടൊരാളെ പറ്റി പറയലുണ്ടായിരുന്നു. ഒരാൾ വെല്ലത്തിൻ്റെ കുപ്പീൻ്റെ മുകളിൽ, ഭരണിൻ്റെ മുകളിൽ കുരുമുളക് എഴുതി വെച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇതെന്തിനാ ആചാര്യന്ന് ചോദിച്ചു. അത് ഇറുമ്പ് കയറാതിരിക്കാനാണെന്ന്. ഇതുപോലത്തെ ഒരു പരിപാടി വെല്ലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുരുമുളക് എഴുതി വെച്ചാൽ അതുകൊണ്ട് ഇറുമ്പ് കയറാതിരിക്കുമോ? ഇതുപോലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഈദ്ഗാഹ് ആവോ? ആവില്ലല്ലോ. അതേ സമയത്ത് അതേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പെരുന്നാൾ നിസ്കാരത്തിന് പുണ്യം പള്ളിയാണ്. ആ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം. അതുപോലെ വേറെയും ചില ജമാഅത്തായുള്ള നിസ്കാരം, തറാവീഹും അതുപോലെ ഗ്രഹണ നിസ്കാരവും അതുപോലെയുള്ള പല നിസ്കാരങ്ങളും പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടും. എന്നാൽ അല്ലാത്ത നിസ്കാരങ്ങൾ അത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ വീട്ടിലാണ് കൂടുതൽ പുണ്യം. കാരണം വീട്ടിലും പടച്ച റബ്ബിന് ഇബാദത്ത് നടക്കട്ടെ എന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ,
അങ്ങനെ പള്ളിക്ക് വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം വകവെച്ച് കൊടുക്കേണ്ടതാണ്. അതേ റബ്ബിൻ്റെ ഭവനമെന്നാണ് പള്ളിയെക്കുറിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ആദരിക്കേണ്ടതിനെ ആദരിക്കണം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്. അത് തന്നെയാണ് ഖുർആനിൽ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് പടച്ചവനല്ലാതെ ആരാധിക്കാൻ പാടില്ല. ഇത് ഖുർആനിൻ്റെ നിർദ്ദേശമാണ്. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ് വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അതേ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു അക്ഷരം പറയാൻ പാടില്ല. അവരോട് നിങ്ങൾ ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എന്താ വേണ്ടേ, ബാപ്പാക്ക് എന്താ വേണ്ടേ, എവിടെയാ പോകേണ്ടത്, എന്തിനും ഞാൻ എൻ്റെ ചുമല് കാണിച്ചു തരും. ആ രൂപത്തിലുള്ള താഴ്മയോടെയുള്ള സംസാരം, താഴ്മയോടെയുള്ള പെരുമാറ്റമല്ലാതെ മാതാപിതാക്കളോട് നടത്താൻ പാടില്ല. എന്നാലും ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് തീരൂല. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ നടത്തുകയും വേണം. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് കൊടുവാളെടുത്തിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്ത് വെട്ടിയത്. നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ പലരുടെയും വിവരക്കേടും അധപ്പതനവും എത്ര സങ്കടകരമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ഇസ്ലാമിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ധാരാളമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. ജനങ്ങളെ ഇസ്ലാം അനുസരിച്ച് ജീവിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടത്തണം. ഞാനിപ്പോൾ ഞാൻ ഇവിടെ വന്ന അറബി പ്രതിനിധികളുമായി സംസാരിച്ചു. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു, പള്ളി പോരല്ലോ, നല്ല അറിവ് വേണം. ആ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പറയണം. വളരെ കറക്റ്റില്ലേ ആ പറഞ്ഞത്? അറിവില്ലാതെ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവരാണ് പടച്ചവനെ ഭയപ്പെടുന്നത്, ഭക്തിയുള്ളവർ അറിവുള്ളവരാണ്. വേറൊരു സ്ഥലത്ത് റബ്ബ് പറയാണ്, അതേ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അതേ ഇൽമ നൽകപ്പെട്ട അറിവുള്ള വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി ഉയർത്തും. അപ്പോൾ ഞാൻ എൻ്റെ കീശയിലുണ്ട്, എനിക്കൊന്നും കൊടുക്കാൻ എൻ്റെ കീശയിലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ബെൽറ്റിൽ നിന്ന് എടുക്കുകയാണ്, പിന്നെ ജപ്പാനിലടക്കം പോയി നീളക്കുപ്പായം പൊക്കിയാൽ അങ്ങോളത്ത് പോകും ദുനിയാവട്ടാകെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, നമ്മൾ അറിവിന് മുൻതൂക്കം നൽകണം. ഞാനിവിടെ വന്നപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടു. അവർ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മാതാപിതാക്കൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ബാപ്പ ഉമ്മക്ക് കിരീടം ധരിപ്പിക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾ. പക്ഷെ ആ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് മറന്നു കളഞ്ഞാൽ വലിയ വൻ കുറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ ആവർത്തിച്ചത് ഓതാനുള്ള സംവിധാനമുണ്ടാകണം. അതിന് അവരെ ദർസിൽ ചേർക്കണം, നല്ല ആലിമീങ്ങളാക്കണം. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി എത്രയോ ചെറുപ്പക്കാർ UAE പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് നല്ല
നല്ല ശമ്പളവും ലഭിക്കുന്നുണ്ട്, ജീവിത സൗകര്യവും ലഭിക്കുന്നുണ്ട്. ആദരവോടെ അവിടെയുള്ള അറബികൾ വന്ന് അവരെ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്. മർക്കസിൻ്റെ കീഴിൽ പഠിച്ച എത്രയോ മുതഅല്ലിമീങ്ങൾ അവർ ഖുർആൻ മനഃപ്പാഠമാക്കി അവർക്കവിടെ ഇപ്പറഞ്ഞതുപോലെ പള്ളിയിൽ അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഞാനിത് എന്തിനു പറഞ്ഞു? ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് എൻ്റെ മകന് എത്രയായിരിക്കും ശമ്പളം? 5000 ആണോ എന്ന് വിചാരിക്കേണ്ട. 5000 ദിർഹമാണ് ശമ്പളം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ശമ്പളം. ദുനിയാവിന് വേണ്ടി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടുമെന്ന് വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ മക്കളെ അതാ നമ്മൾ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, ദഅ്വ കോളേജുകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ഇവിടെയും ഇന്നതിന് തറക്കല്ലിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിച്ചു തരട്ടെ. അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അതേ മതവിദ്യാഭ്യാസത്തിന് പുറമെ അക്കാഡമിക് വിദ്യാഭ്യാസവും ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല 2 വിദ്യാഭ്യാസവുമുള്ള മക്കളായി വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ്. അതുകൊണ്ട് അറിവ് നേടണം, ആത്മീയമായ അറിവ് വേണം. ആത്മീയമായ അറിവും ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ കൊടുവാളെടുത്ത് ഉമ്മയുടെ കഴുത്തിൽ വെട്ടുന്നത്. അറിവും ബോധവുമുള്ളവർക്കത് സാധിക്കുമോ? അതുകൊണ്ട് നല്ല ആത്മീയ ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ പടച്ചവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്ന റബ്ബിനെ സ്നേഹിക്കണം. ആ റബ്ബിന് നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കണം. അതോടുകൂടി റബ്ബിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കണം. ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പടച്ചവനെ അങ്ങേയറ്റം സ്നേഹിക്കണം, നബി തങ്ങളെയും സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ ആ നബിതങ്ങൾ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടുന്ന് വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. നമ്മളൊരിക്കലും മദ്യപാനികളായി പോകരുത്, നമ്മളൊരിക്കലും പലിശക്കാരായി പോകരുത്, നമ്മളൊരിക്കലും അക്രമികാരികളായി പോകരുത്, നമ്മളൊരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആകരുത്. നമ്മൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം കാണാൻ നമ്മെ കണ്ടാൽ മുസ്ലിം ആരാണ്, ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കണമെന്ന് എല്ലാ മുസ്ലിമീങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരു അമുസ്ലിം സഹോദരൻ ഒരു സംഖ്യ കടം വാങ്ങി. മഹാനവറുകൾ സംഖ്യ കടം കൊടുക്കുകയും ചെയ്തു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ആ മുസ്ലിം സഹോദരൻ അവധിയെത്തിയിട്ട് സംഖ്യ തിരിച്ചു കൊടുത്തില്ല. ഇമാം അബൂ ഹനീഫ തങ്ങൾ കുറേ കാത്തുപോക്കി, വരുന്നില്ല. മനസ്സിന് വിഷമമായി, പ്രത്യേകിച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹം പണം കൊണ്ടുവന്ന് തന്നില്ലല്ലോ. അതിനാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇറങ്ങി നടന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അറിയാതെ ചെരിപ്പ് കൊണ്ട് ഒരു മ്ലേച്ഛ വസ്തുവിൽ, ഒരു മാലിന്യത്തിൽ ചവിട്ടിപ്പോയി, നജസിൽ ചവിട്ടിപ്പോയി. അബൂ ഹനീഫ തങ്ങൾ കാലൊന്ന് കുടഞ്ഞപ്പോൾ ആ നജസ് നേരെ പോയിട്ട് ആ കടം തരാനുള്ള വ്യക്തിയുടെ ഭിത്തിയുടെ മേലെ പതിഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പേടിച്ചു വിറച്ചു. എന്തിന്? എന്നെ കൊണ്ടൊരു അക്രമമായി പോയില്ലേ, മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ കാല് കുടഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഭിത്തിയിൽ നജസായത്. അത് ഞാൻ ചുരണ്ടിക്കളഞ്ഞാൽ മണ്ണുതിർന്ന് വീഴും, കഴുകിയാൽ അതും അപകടമാണ്. എങ്ങനെ ഞാനത് വൃത്തിയാക്കും? വല്ലാതെ മനസ്സ് വിഷമിച്ചു. പിന്നെ അയാൾ പൈസ തരാനുള്ളതൊന്നുമല്ല ചിന്ത, എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്നതാണ് ചിന്ത. ആത്മീയമായി നേതൃത്വം കൊടുത്ത നമ്മളെ മഹാന്മാരുടെ സ്വഭാവമാണത്. അവിടുന്ന് വാതിലിന് പോയി മുട്ടി. ആ മുസ്ലിം സഹോദരൻ ഇറങ്ങി വന്നു.
വന്നപ്പോൾ വളരെ വിനയത്തോടെ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ അമുസ്ലിം സഹോദരൻ മനസ്സിലാക്കി ഇദ്ദേഹം വന്നത് ഞാൻ പൈസ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് പണം വാങ്ങാൻ വന്നതായിരിക്കുമെന്ന്. അതിനാൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, ഒരു നിലക്കും വരാൻ പറ്റാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അതൊന്നുമല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് എനിക്ക്. അതെന്താണ്? നോക്കൂ, നിങ്ങളെ ഭിത്തിയിൽ ഞാൻ അറിയാതെ എൻ്റെ ചെരുപ്പിൻ്റെ ചുവടെ നജസായപ്പോൾ, കാല് കുടഞ്ഞപ്പോൾ പതിഞ്ഞതാണത്. ഞാൻ അതിൻ്റെ വിഷയത്തിൽ ബേജാറിലാണ്. നിങ്ങളോടൊരക്രമം ചെയ്തു പോയില്ലേ? അദ്ദേഹം പറഞ്ഞു, സാരല്ല എന്നുണ്ടൊന്നും അബൂ ഹനീഫ തങ്ങൾക്ക് മനസ്സിന് വിഷമം തീരുന്നില്ല. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ നമ്മളവിടെ നിന്ന് ആലോചിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനിവിടെ വന്നുകൊണ്ട്, ഞാനെന്തിനാ വന്ന്? ഇയാൾ പൈസ കൊണ്ടു തരാത്തതുകൊണ്ട്. അപ്പം ഞാനിവിടെ വന്നതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. ചെരുപ്പ് കൊണ്ട് ചവിട്ടിപ്പോയതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. ഞാൻ കുടഞ്ഞതിൻ്റെ ഉത്തരവാദി ആരാ? അയാൾ. അപ്പം ഞാനെന്താണ് അയാളെ ചുമര് ചോദിച്ചാൽ ഞാനെന്താ നോക്കുന്നത്? അയാൾ തന്നെയല്ലേ ഇതിൻ്റെ ഉത്തരവാദി? ഇങ്ങനെയല്ലേ നമ്മൾ ന്യായം കാണുക? അതേ സമയത്ത് അബൂ ഹനീഫ തങ്ങളുടെ ഈ വിനയവും സ്വഭാവവും കണ്ടപ്പോൾ ആ മുസ്ലിം സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. അല്ലാതെ വാളും കുന്തും എടുത്തിട്ടും തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും അതുപോലെ വർഗീയവാദം കൊണ്ടൊന്നല്ല ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. ആ മഹാന്മാരെ തുറന്ന് ജീവിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അൽഹംദുലില്ലാഹ് ഇവിടെ ഈ പാറപ്പുറത്ത് നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളാണ് ഇവിടെയും പരിസരങ്ങളിലും. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ നിങ്ങളോട് സംസാരിക്കാനും അതുപോലെ പടച്ചവനോട് ദുആ ചെയ്തു തരാനും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി അവസാനം ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് തീരെ സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചതാണ്. അല്ലാഹു തആല നമ്മളെ അമലുകളൊക്കെ ഖബൂൽ ചെയ്യട്ടെ.